ഹലോ ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ല അടിപൊളി ദിവസമായിരിക്കട്ടെ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായ ഇട്ട് കുടിക്കുവാണ് കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ 9:30 മണിയായിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള സമയം ഇല്ലാഞ്ഞിട്ടല്ല, ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ കേട്ടോ. സ്കൂൾ തുറന്നപ്പോഴത്തേക്കാണ് ഞാനിങ്ങ് വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും മുട്ടക്കറിയും കാണാം കേട്ടോ. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഞാനും മക്കൾ മാത്രമായതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും മതി കേട്ടോ. പിന്നെ ഞാൻ സവോളയ്ക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തു. പെട്ടെന്ന് തന്നെ, അതായത് സമയം ലേറ്റായി പോയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാലകളെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരുമിച്ച് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കടുകും കറിവേപ്പിലയും പിന്നെ ചേർത്തിട്ടുള്ളത് 1 ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് ക്യാരറ്റ് ഒന്ന് മെഴുക്ക് പുരട്ടി എടുക്കുകയാണ്. ക്യാരറ്റും സവാളയും വറ്റലും മുളകും കടുകും കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ പെട്ടെന്ന് മീൻസ് ഒരു സൈഡ് സ്റ്റൗ വെറുതെ ഫ്രീ ആയിട്ട് കിടന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചാൽ കേട്ടോ. ഒന്ന് ഞാൻ പുറത്തൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അകത്ത് വന്നപ്പോഴത്തേക്ക് ക്യാരറ്റിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി അതിനെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ അവധിയുള്ള ദിവസങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയൊരു മെനക്കെട്ട പണിയാണ് കേട്ടോ ഈ ലേറ്റായി എഴുന്നേൽക്കുമ്പോഴത്തേക്കുള്ള കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അന്നും ഫുള്ള് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ക്യാരറ്റ് ഞാൻ മാറ്റിയപ്പോഴത്തേക്ക് അതിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ മിച്ചം വന്നിട്ടുണ്ടായിരുന്നു, ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തന്നെ ഞാൻ ഈ ചപ്പാത്തിയുടെ പുറത്തൊന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം റെഡിയാക്കി എടുത്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നം വരത്തില്ല. ഇത് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി മേടിച്ചതാണേ. അപ്പോൾ ഞങ്ങളങ്ങനെ 5 ചപ്പാത്തിയും 2 മുട്ടയും കൂടെ വെച്ചിട്ട് നല്ലൊരു മുട്ട റോസ്റ്റും പിന്നെ ചപ്പാത്തിയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. ദോശയ്ക്കുള്ള മാവ് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ദോശ ഉണ്ടാക്കാനുള്ള മടി കാരണം തലേ ദിവസം ദോശ തന്നെയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ 1 ഗ്ലാസ് ചായ കൂടി, എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിൽ ചായ മസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ 2 ചപ്പാത്തി, ഓരോരുത്തർക്ക് ഓരോ ചപ്പാത്തിയും ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂളൊക്കെ തുറന്ന് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.